ഹായ്, എല്ലാവർക്കും കൊമേഴ്സ് ലൈവിൻ്റെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2020 NTA നെറ്റ് അതിൽ കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ സിലബസ് അവലോകനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ കൊമേഴ്സിനകത്ത് പൊതുവെ 10 സബ്ജക്റ്റുകൾ, കൊമേഴ്സിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 08 ആണ്. അതിൽ 10 സബ്ജക്റ്റുകളാണ് 10 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ സബ്ജക്റ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. പിന്നെ യൂണിറ്റ് 2 അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, യൂണിറ്റ് 3 ബിസിനസ് ഇക്കണോമിക്സ്, യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസ്, യൂണിറ്റ് 5 ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, യൂണിറ്റ് 6 ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് 7 ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിറ്റ് 8 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് 9 ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, യൂണിറ്റ് 10 income tax and corporate planning. So we will see the one by one. First unit, business environment and international business. What are the important topics in business environment and international business? മുമ്പ് ഇത് രണ്ട് വിഷയമായിട്ടുണ്ടായതാണ്. ഈ 2019 ഈ രണ്ട് ഇതും കൂടി ബിസിനസ് എൻവയോൺമെൻറ്റും ഇൻ്റർനാഷണൽ ബിസിനസ് ഒന്ന് വേറിട്ട് നിന്ന് രണ്ടും കൂടി ഒരു യൂണിറ്റാക്കി മാറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരിൽ നിന്നുണ്ടാവുക. അത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ടും അതിൽ വരാൻ സാധ്യതയുള്ളത് ഒരു പർട്ടിക്കുലർ നമ്മുടെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പ്രധാനമായിട്ടും ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉദാഹരണത്തിന് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും, ടാക്സ് പോളിസി എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. മോണിറ്ററി പോളിസിയിൽ തന്നെ ബാങ്ക് റേറ്റ് തന്നെ, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ എന്താണ്, ബേസ് റേറ്റ് എന്താണ്, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും തരാവുന്നതാണ്. ഇപ്പോൾ പൊതുവേ ഇത്തരം സാധനങ്ങൾ റീസണിങ്, അസേഷൻ, മോഡൽ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാനും സാധ്യത. പിന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട്സ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, അതിൽ തന്നെ മൈക്രോ, മാക്രോ ആൻഡ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു UGC നെറ്റ് എക്സാം കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് പ്രധാനമായിട്ടും ഒരാൾ ഒരു കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര കാലത്തിനുള്ളിലാണ് അത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ഒരു കൺസ്യൂമർ കോർട്ടിന് വിധിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഏത്, സാധിക്കാത്തത് ഏത്, ആർക്കൊക്കെയാണ് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുക, ഒരു മൈനർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ മൈനർക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വേറെ ആർക്കെങ്കിലും രക്ഷകർത്താക്കൾക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രെൻഡുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഡ്രൈവ്സ്, അതിൻ്റെ ആക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റിനെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ് എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും പോലുള്ള ഗ്ലോബലൈസേഷനും പോലുള്ള ഏരിയയിൽ നിന്നും ചോദിച്ച് കാണാറ്. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2-3 തവണയായിട്ട് NTA നെറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് റിക്കാർഡോൻ്റെ തിയറി ഏതാണ്, ആ തിയറീൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, ദെൻ അബ്സല്യൂട്ട് ഡിഫറൻസ് ഇൻ കോസ്റ്റ് തിയറി, അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഡിഫറൻസ്, കമ്പാരിറ്റീവ് ഡിഫറൻസ് ഇൻ കോസ്റ്റ് തിയറി, അതുപോലെ തന്നെ റിപ്സ്കിൻസ്കിയുടെ തിയറി, ഫാക്ടേഴ്സ് എൻഡോമെൻറ്റ് തിയറികൾ, ഓഹിലിൻ്റെ തിയറികൾ, ഇതൊക്കെ പ്രധാനമായിട്ടും UGC നെറ്റ് എക്സാമിന് ചോദിച്ച് കാണുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നതാണ് താരിഫും നോൺ താരിഫ് ബാരിയേഴ്സ്. താരിഫ് എന്ന് പറയുമ്പോൾ തന്നെ പല ടൈപ്പ് താരിഫുകളുണ്ട്. ആ പല ടൈപ്പ് സിംഗിൾ കോളം താരിഫ് എന്താണ്, ഡബിൾ കോളം താരിഫ് എന്താണ്, അതുപോലെ തന്നെ സ്ലൈഡ് ലൈൻ താരിഫുകൾ എന്താണ്, ഇങ്ങനെയുള്ളതൊക്കെ വരാം. അതുപോലെ തന്നെ അഡ് വലറം ഡ്യൂട്ടി എന്താണ്, ഇങ്ങനെയുള്ള കൺവെൻഷണൽ താരിഫ് എന്താണ്, ദെൻ ലിബറൽ താരിഫ് എന്താണ്, ഇങ്ങനെയുള്ള താരിഫ് സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ
നോൺ താരിഫ് ബാരിയേഴ്സ് ആയിട്ടുള്ള എംബാർഗോസ്, കോട്ട, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള പുതിയ ട്രെൻഡ്സ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യൻ ഫോറിൻ ട്രേഡ് പോളിസി പ്രധാനമായിട്ടും 1992 മുതൽ ഇങ്ങോട്ടുള്ള പോളിസികളാണ്. 92, 97 പോളിസി, അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ദെൻ 97, 2002 പോളിസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ആ കാലഘട്ടത്തിൽ പുതിയതായിട്ട് രൂപം കൊണ്ടിട്ടുള്ള സ്കീമുകൾ എന്തൊക്കെയാണ്? 2002, 2007 പോളിസി, അത് 2004 സ്വൈപ്പ് ചെയ്തു. സോ 2004, 2009 പോളിസി, 2009, 2014, പിന്നെ 2014, 15 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ട്രേഡ് പോളിസി ഉണ്ടായിട്ടില്ല. പിന്നീട് 2015, 20 പോളിസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ പുതിയതായിട്ടുണ്ടായിട്ടുള്ള സ്കീമുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. സോ കൂടാതെ ഫോറിൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. ഫോറിൻ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടൊരു FDI എന്താണ്? FDIയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? GDR എന്താണ്? ADR എന്താണ്? ഇന്ത്യയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഏത് സെക്ടറിലാണ് 100% FDI അനുവദിച്ചിട്ടുള്ളത്? റീറ്റെയിൽ മേഖലയിൽ 100% അനുവദിച്ചിട്ടുണ്ടോ? ഏതൊക്കെ മേഖലയിലാണ് 20% FDI ഇല്ലാത്തത്? 20% മാത്രം FDI ഉള്ള മേഖലകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിലാണ് FDI ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ആവശ്യമായിട്ട് വരുമ്പോൾ FIBയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിൻ്റെ അനുമതി വേണ്ടത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്നും സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ FDIയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സംഭവങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ദെൻ BOP പ്രധാനമായിട്ടും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ ഐറ്റമാണ് ബാലൻസ് ഓഫ് ട്രേഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുക, ഏതൊക്കെ ഐറ്റമാണ് ഡെബിറ്റ് ചെയ്യപ്പെടുക, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കറണ്ട് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും പെടുത്തുന്നത് ഏത്, പെടാത്തത് ഏത്, ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം ഏതിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇത്തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാണാറ്. റീജിയണൽ ഇക്കണോമിക് ഗ്രൂപ്പിംഗ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നതാണ്. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ NAFDA അത് അബോളിഷ് ചെയ്തുകൊണ്ട് ഇപ്പോൾ USMCA വന്നിട്ടുണ്ട്. ഓക്കെ, USMCA എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതുപോലെ തന്നെ M ഫോർ മെക്സിക്കോ ആൻഡ് CA ഫോർ കാനഡ. NAFDA അബോളിഷ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ USMCA വന്നിട്ടുള്ളത്. ഇപ്പോൾ സാർക്ക്, അതുപോലെ തന്നെ ASEAN, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഏറ്റവും സൗണ്ടായിട്ടുള്ള ഒരു റീജിയണൽ ഇക്കണോമിക് ഗ്രൂപ്പിംഗ്സ് ഏതാണ്? അത് കസ്റ്റംസ് യൂണിയൻ ആണോ, അല്ല ഇക്കണോമിക് യൂണിയൻ ആണോ, അതുമല്ല താരിഫ് യൂണിയൻസ് ആണോ? ഇങ്ങനെ പല അതിൻ്റെ വ്യത്യസ്ത ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷനുകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടുവരാറുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി WTO, UNCTAD, വേൾഡ് ബാങ്ക്, IMFിൻ്റെ തന്നെ പല സ്കീമുകളെക്കുറിച്ച്, ട്രഞ്ച് ലോണുകളെക്കുറിച്ച്, ക്രെഡിറ്റ് ട്രഞ്ച് ലോണുകളെക്കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, IBRD, ഇതൊക്കെ രൂപം കൊണ്ട സമയം, ഓരോ UNCTAD 1964 ഉണ്ടായിട്ടുള്ള UNCTADയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? കൂടാതെ WTOയും അതിൻ്റെ WTOയുടെ പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകളും, ഉദാഹരണത്തിന് AOA എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഗാഡ്സ് പുതിയ എഗ്രിമെൻറ്റ് ഓൺ ദെൻ ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ട്രേഡ് ആൻഡ് സർവീസ്, ഗാഡ്സ്. ട്രിപ്സ് എന്താണ്, ട്രിംസ് എന്താണ്, ട്രിപ്സിൻ്റെയും ട്രിമ്മിലെയും ഇപ്പോൾ ട്രിപ്സ് എഗ്രിമെൻറ്റിനകത്ത് പറയപ്പെടുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ട്രിം എഗ്രിമെൻറ്റിനകത്തുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് അക്കൗണ്ടിങ് ആണ്. പൊതുവേ നെറ്റ് എക്സാമുകളിൽ അക്കൗണ്ടിങ്ങിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവാറുള്ളൂ, വന്നാൽ തന്നെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്, അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചോദിക്കാം. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കമ്പനീസ് ആക്ട്, പിന്നെ LLP, ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ സവിശേഷതകളൊക്കെ ചോദിക്കാം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഫർഫീച്ചർ ഓഫ് ഷെയർസ്, അതിൻ്റെ ജേണൽ എൻട്രി, അല്ലെങ്കിൽ അതിൽ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഒക്കെ എങ്ങനെയാണ്, റൈറ്റ് ഇഷ്യൂ എന്താണ്, റൈറ്റ് കാണാൻ വേണ്ടി ചോദിക്കാം. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് റൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് റൈറ്റ് കാണുക, റൈറ്റ് ഇഷ്യൂവിൽ റൈറ്റ് എങ്ങനെ കാണാം,
അക്വിസിഷനും അതുപോലെ തന്നെ അമാൽഗമേഷനും പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. ദെൻ ഇനി ലിക്വിഡേഷൻ സമയത്ത് ആർക്കാണ് ആദ്യം പൈസ കൊടുത്ത് ഒഴിവാക്കുക, ഏറ്റവും അവസാനം ആർക്കാണ് കൊടുത്ത് ഒഴിവാക്കുക, അതിൻ്റെ ഷെഡ്യൂൾ എന്താണ്, അതൊക്കെ ഈ അടുത്ത കാലത്ത് ചോദിച്ച് കാണുന്നതാണ്. മാർജിനൽ കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ അനാലിസിസും നിർബന്ധമായിട്ടും കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഈ ഓരോന്നും കാണാനുള്ള ഓക്കെ. ദെൻ പ്രോഫിറ്റ് കാണാൻ, പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും തന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൺ അനാലിസിസ് എങ്ങനെയാണ്, അതിൻ്റെ മറ്റ് വ്യത്യസ്തമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. ഓക്കെ. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചുള്ള ചോദ്യവും ഉണ്ടാകാറുണ്ട്. പൊതുവെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഉണ്ടാവാറ്. എളുപ്പത്തിൽ ഒരു നമുക്ക് സാധാരണഗതിയിൽ പ്രോബ്ലം പേപ്പറുകളിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവാറുണ്ടെങ്കിലും നെറ്റ് എക്സാമുകളിൽ വളരെ എളുപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഇത്തരം ഏരിയയിൽ നിന്നും കാണാൻ വേണ്ടി പറ്റുക. നമ്മൾ ആ ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ദെൻ ബിസിനസ് എക്കണോമിക്സ്, നെറ്റിൽ കൂടുതലായിട്ടും കൊമേഴ്സുകാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ഗിഫ് ആൻഡ് ഗുഡ്സ്, അതുപോലെ തന്നെ സുപ്പീരിയർ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സുകൾ, ഇങ്ങനെയുള്ള പല പല കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവേണ്ടത്. പ്രൈസിങ് സ്ട്രാറ്റജികൾ, വ്യത്യസ്തമായ പ്രൈസിങ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്, കോസ്റ്റ് പ്ലസ് പ്രൈസ് എന്താണ്, അതുപോലെ തന്നെ സ്കിമ്മിങ് പ്രൈസിങ്, പെനട്രേറ്റിംഗ് പ്രൈസിങ്, അതുപോലെ തന്നെ മറ്റ് ബ്രേക്ക് ഇവൺ പ്രൈസിങ്, ഇതിൽ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള മറ്റ് പ്രൈസിങ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാം. സൈക്കോളജിക്കൽ പ്രൈസിങ്, അതുപോലെ തന്നെ ഫോംസ് ഓഫ് മാർക്കറ്റ്, പ്രധാനമായിട്ടും റവന്യൂവും അതുപോലെ തന്നെ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ് ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ്, മൊണോപ്പൊളി മാർക്കറ്റിനകത്ത് എങ്ങനെയാണ്, ഒരു മൊണോപ്പൊളി മാർക്കറ്റിനകത്ത് എപ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിനകത്ത്. ദെൻ കിങ്ഡ് ഡിമാൻഡ് കർവ്, സ്യൂസിയുടെ കിങ്ഡ് ഡിമാൻഡ് കർവ്, ഒളിഗോപ്പൊളി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിരന്തരം ക്വസ്റ്റ്യൻസ് കാണുന്നതാണ് എക്കണോമിക്സിനകത്ത്. കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ലോ ഓഫ് റിട്ടേൺ ഓഫ് സ്കെയില്. ദെൻ തിയറി ഓഫ് കോസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് തിയറി ഓഫ് കോസ്റ്റ്. ഷോർട്ട് റൺ അതുപോലെ തന്നെ ലോങ് ടേൺ കർവുകളൊക്കെ അതിൽ ചോദിച്ച് കാണാറുണ്ട്. ദെൻ ഇൻഡിഫറൻസസ് കർവുകളെ കുറിച്ചിട്ട്, ഡിഫറൻസ് കർവുകളെ കുറിച്ചൊക്കെ നിരന്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. പ്രൈസിങ് സ്ട്രാറ്റജികൾ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഏരിയ ആണ് ബിസിനസ് ഫൈനാൻസ്. വളരെ പ്രധാനപ്പെട്ട UGC നെറ്റ് എക്സാമിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പൊതുവെ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ബിസിനസ് ഫൈനാൻസ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏരിയ ഒന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രോബ്ലം ഒന്നും ചോദിച്ച് കാണാറില്ലെങ്കിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള തിയറികളൊക്കെ ഉണ്ടാവാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നിരന്തരം ചോദിക്കുന്നതാണ്. എന്താണ് നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും അതുപോലെ തന്നെ അപ്രോച്ചും, ഇതൊക്കെ സ്ഥിരമായിട്ട് ഗോർഡൻസ് അപ്രോച്ചുകളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ മെത്തേഡുകളും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. പേ ബാക്ക് മെത്തേഡുകളും IRRും ARRും ഇതിൽ ഓരോന്നിലും ഏതൊക്കെയാണ് പരിഗണിക്കുക. ഇപ്പോൾ IRRന് എപ്പോഴത്തെ IRR 0 ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, 1 ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, NPV എന്ന് പറയുന്ന 1 ആയിരിക്കുമ്പോഴും 0 ആയിരിക്കുമ്പോഴും പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണോ റിജക്റ്റ് ചെയ്യുകയാണോ ചെയ്യുക. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. വാൾട്ടേഴ്സ് അപ്രോച്ചുകൾ, കോൺസർവേറ്റീവ് അപ്രോച്ചുകൾ, ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇറവലൻ്റ് ഹൈപ്പോത്തീസിസ്, ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയയാണ് ഇറവലൻ്റ് ഹൈപ്പോത്തീസിസ്. തിയറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവമാണ്. റിസ്ക് റിട്ടേൺ അനാലിസിസ്, CAPM, ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ്സ്, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനകത്ത് ഡെറിവേറ്റീവ്സ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനകത്ത് എന്താണ് എക്സ്ചേഞ്ച് പെഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ദെൻ അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ കറൻസിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിയറികൾ എന്തൊക്കെയാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളും, ഇപ്പം ഒരുപാട് പുതിയ പുതിയ കറൻസികൾ, മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, യാങ്കി ബോണ്ടുകൾ എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള ADR എവിടെയാണ് ഇഷ്യൂ ചെയ്യപ്പെടുക, GDR എവിടെയാണ് ഇഷ്യൂ ചെയ്യപ്പെടുക, ഇത്തരം സംഭവങ്ങളൊക്കെ അതിനകത്ത് നിരന്തരം ചോദിച്ച് കാണുന്നതാണ്. ദെൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഷെയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരന്തരം ചോദിക്കുന്ന ഏരിയാസാണ്. ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, സെൻട്രൽ ടെൻഡൻസി നിരന്തരം ചോദിക്കുന്നതാണ്. ഡിസ്പേർഷൻ, ദെൻ പ്രധാനമായിട്ടും ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റേഞ്ചും ഒക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ, സ്റ്റാൻഡേർഡ് എറർ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ദെൻ സ്ക്യൂനെസ്സും കട്ടോസിസും
അതിൻ്റെ വാല്യൂസൊക്കെ ചോദിക്കുന്നതാണ്. സ്ക്യൂനസിൻ്റെയും കട്ടോസിൻ്റെയും വാല്യൂ എത്രയാണെന്നൊക്കെ ചോദിക്കുന്നതാണ്. കോറിലേഷനും റിഗ്രഷനുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസ് ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ട റിസർച്ച് ടൈപ്സുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട റിസർച്ച് പാരഡിമിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ഒബ്ജക്റ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലും പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലും അതുമല്ലാതെയുള്ള റിസർച്ച് ടൈപ്സുകളെക്കുറിച്ച് ചോദിക്കുന്നതാണ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററൊക്കെ നിരന്തരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ലെവൽ, കോൺഫിഡൻസ് ഇൻ്റർവൽ, സാമ്പിളിംഗ് മെത്തേഡുകൾ, സാമ്പിളിങ് നിരന്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഏരിയയാണ്. പ്ലാജറിസം ഇൻ റിസർച്ച് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ അടുത്ത കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പ്ലാജറിസം. അപ്പോൾ പ്രധാനപ്പെട്ട 4 ടൈപ്പ് പ്ലാജറിസം ഏതാണ്? പ്ലാജറിസം ഏറ്റവും ഇപ്പോൾ റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്ന റിസർച്ചിനകത്ത് എപ്പോഴാണ് ഏറ്റവും റെലവൻ്റ് ആയിരിക്കുക? അത് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ സമയത്താണ് വളരെ റെലവൻ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ APA സ്റ്റാൻഡേർഡുകൾ പലത്. എങ്ങനെയാണ് ഒരു ജേണൽ എങ്ങനെ നമുക്ക് സൈറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ആർട്ടിക്കിളുകൾ എങ്ങനെ നമുക്ക് സൈറ്റ് ചെയ്യാവുന്നതാണ്, ദെൻ ബുക്സ് എങ്ങനെ സൈറ്റ് ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിരന്തരം ചോദിച്ച് കാണുന്നതാണ്. ദെൻ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ദെൻ ഈ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, നെറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മോട്ടിവേഷൻ തിയറീസ്, പ്രധാനപ്പെട്ട മോട്ടിവേഷൻ തിയറികളൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലും ലീഡർഷിപ്പിൻ്റെ തിയറികളും പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനകത്തുള്ള എല്ലാ തിയറികളും, XY തിയറികളായാലും റൂംസ് എക്സ്പെക്റ്റൻസി തിയറികളായാലും എല്ലാ തിയറികളും പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ നിർബന്ധമായിട്ടും പുതിയ മെത്തേഡുകൾ 360 ഡിഗ്രി ഒക്കെ വരാറുണ്ട്, ബാർസ് ഒക്കെ വരാറുണ്ട്, ബിഹേവിയർ ലാംഗ്വേജ് റേറ്റിംഗ് സ്കെയിൽ. അപ്പോൾ ഓരോ പർട്ടിക്കുലർ മെത്തേഡുകളും വരാറുണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനകത്ത് വേജ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹാസ്ലെ പ്രീമിയം പ്ലാൻ അല്ലെങ്കിൽ റോമൻ പ്രീമിയം പ്ലാൻ, എമേഴ്സൻസ് പ്ലാൻ, ബോർഡെക്സ് പ്ലാനുകളൊക്കെ ഇപ്പോൾ നിരന്തരം ചോദിച്ച് കാണുന്നതാണ് ക്വസ്റ്റ്യൻസ്. ട്രെയിനിങ്, വ്യത്യസ്തമായ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളിൽ വരുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നത് അപ്രോച്ചുകളിൽ വരുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ എന്തൊക്കെ വരും, ചില ടേമുകളൊക്കെ പർട്ടിക്കുലറി ചോദിക്കാറുണ്ട്. ഇപ്പോൾ സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഏത് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗനൈസേഷൻ ബിഹേവിയറുകൾ, ക്ലൈമറ്റ്, കൾച്ചർ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ ചേഞ്ച്, ഇതൊക്കെ നിരന്തരം ചോദിച്ചു കാണുന്ന ഏരിയാസാണ്. ദ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഒന്ന് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റമാണ്. അത് പ്രധാനമായിട്ടും മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റുമാണ്. മണി മാർക്കറ്റിലുള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണ്? മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ് CDS, CPs, ട്രഷറി ബിൽസ്, CDR, അതുപോലെ തന്നെ CPs എത്ര കാലത്തേക്കാണ് ഇഷ്യൂ ചെയ്യപ്പെടുക, അതുപോലെ തന്നെ ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് സാധിക്കുമോ അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് സാധിക്കുമോ, രണ്ടുപേർക്കും സാധിക്കുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിരന്തരം ചോദിച്ച് കാണുന്നതാണ്. അതുപോലെ തന്നെ മണിയറ്റ് കോൾ ആൻഡ് മണിയറ്റ് ഷോർട്ട് നോട്ടീസ്, മണിയറ്റ് ഓവർനൈറ്റ് ഫണ്ട് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സുകളിലെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചും കൃത്യമായി പഠിക്കണം. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വ്യത്യസ്തമായ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, RRBs, RBI, ഫോറിൻ ബാങ്ക്സുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. ദെൻ റിസർവ് ബാങ്കും അതിൻ്റെ ഫങ്ഷൻസും പുതിയ അതിൽ റീസെൻറ്റ് ട്രെൻഡ്സുകളും ചോദിക്കാറുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് മൊബൈൽ ആപ്പുകളെക്കുറിച്ചും പുതിയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ഏതെങ്കിലും ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒക്കെ അതെല്ലാം പുതിയതായിട്ട് ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു വളരെ ട്വിസ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ്. ദെൻ IDBI ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. IDBI എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അത് പബ്ലിക് സെക്ടറാണ്. എന്നാൽ IDBI ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ അത് എല്ലാവരും തെറ്റിച്ച് എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒന്ന് ആണ്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പ്രധാനമായിട്ടും മാർക്കറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ, ഓരോ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഇങ്ങനെ പല കോൺസെപ്റ്റുകൾ പ്രകാരം എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് നിൽക്കുന്നത്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പ്രൊമോഷൻ മിക്സുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സുകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ 8 മാർക്കറ്റിംഗ് മിക്സ് പണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ 4 ആയിരുന്നു. ദെൻ പിന്നീട് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ, പിന്നീട് അതിൽ 2 കൂട്ടിച്ചേർത്തു. ദെൻ ഒന്ന് പേസ് കൂട്ടിച്ചേർത്തു, മറ്റൊന്ന് പാക്കേജ് കൂട്ടിച്ചേർത്തു. ഇപ്പം പീപ്പിൾ ആൻഡ് ദെൻ പൊളിറ്റിക്സ്, ഇങ്ങനെ പുതിയ 8 മാർക്കറ്റിംഗ്
മിക്സുകളുണ്ട്. അതിൽ തന്നെ ഓരോന്നിൻ്റെയും എന്താണ് ഡെപ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ടേമുകളെക്കുറിച്ചൊക്കെ നിരന്തരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ തന്നെ ബിസിനസ് ഡിസിഷനാണ് പ്രധാനമായിട്ട് ചോദിക്കുക. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ആ ഏരിയയിൽ നിന്ന് കൂടുതൽ ഉണ്ടാവുക. സെല്ലിംഗ് ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസിങ് ഡിസിഷൻസ് ഏതൊക്കെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ചാനലുമായി ബന്ധപ്പെട്ടിട്ട് കൗണ്ടർ ഫീറ്റിംഗ് പോലുള്ള ഗ്രേ മാർക്കറ്റിംഗ് പോലുള്ള റീസെൻ്റ് ആയിട്ടുള്ള പുതിയ ടേമുകളും ഡംപിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നിരന്തരം ചോദിച്ചു കാണുന്നതാണ്. ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബിലോ ദ ലൈൻ അഡ്വർടൈസിങ് പുതിയൊരു ട്രെൻഡാണ്. അതുപോലെ തന്നെ റോഡ് ബ്ലോക്കിംഗ് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയൊരു ടെർമിനോളജിയാണ്. അങ്ങനെയുള്ള പുതിയ പുതിയ ടേംസുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഈ അടുത്ത കാലത്ത് മാത്രം കൂട്ടിച്ചേർക്കപ്പെട്ട 2019 കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ വ്യത്യസ്തമായ കോൺട്രാക്റ്റുകളെക്കുറിച്ചും ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റുകളെക്കുറിച്ചും സെയിൽ ഓഫ് ഗുഡിന് ആക്ടിനകത്ത് ഒക്കെ ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ കണ്ടീഷനും വാറണ്ടിയും ഒക്കെ നിരന്തരം ചോദിച്ചു കാണുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുകളെക്കുറിച്ച്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കമ്പനീസ് ആക്ടിൻ്റെ മുഴുവൻ പ്രൊവിഷൻസും വളരെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ഡോർമെൻറ്റ് കമ്പനി എന്താണ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദെൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, GST എന്താണ്, IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്, അത് ട്രിപ്സ് പഠിക്കുന്ന സമയത്ത് അത് വരും എങ്കിൽ കൂടിയും അതിലും കൃത്യമായിട്ടുള്ള ചില, ഇപ്പോൾ എത്ര കൊല്ലത്തേക്കാണ് പേറ്റൻറ്റ് കൊടുക്കുക, കോപ്പി റൈറ്റ് എത്ര കൊല്ലത്തേക്കാണ് കൊടുക്കുക, ട്രേഡ് മാർക്ക് എത്ര കൊല്ലത്തേക്കാണ്, ഇതിൽ ഓരോന്നുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണലി ഉണ്ടായിട്ടുള്ള ചില എഗ്രിമെൻറ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. എക്സ്പോർട്ട് സെയിലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടേമുകൾ, ഇപ്പോൾ FOB, CIF, ഇൻകോ ടേംസുകൾ നിരന്തരം ചോദിച്ചു കാണുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്കീമുകൾ, ഉദാഹരണത്തിന് EPCG സ്കീം, മാർക്കറ്റ് പ്രൊമോഷൻ സ്കീമുകൾ, ഇതൊക്കെ നിരന്തരം ചോദിച്ച് കാണുന്നതാണ്. ദെൻ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകം ടാക്സും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതെങ്ങനെയാണ്, ടാക്സ് ഇൻസിഡൻസുകൾ, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണ്, എക്സംപ്റ്റഡ് ഇൻകംസ്, അഗ്രികൾച്ചറൽ ഇൻകം ഒരു എക്സംപ്റ്റഡ് ഇൻകം ആണോ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ പ്രൈസിങ് പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ പരസ്പരം ഒരു കമ്പനീൻ്റെ ബ്രാഞ്ചുകൾ തമ്മിൽ പരസ്പരം സാധനങ്ങൾ കൈമാറുമ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ്, അത് അത്തരം സംഭവങ്ങളൊക്കെ നിരന്തരം ചോദിച്ച് കാണുന്നതാണ്. പിന്നെ ഇൻകം ടാക്സ് ഒക്കെ പൊതുവേ ഒരു ഈ നെറ്റിൻ്റെ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും ഉത്തരം കിട്ടും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ലോട്ടറി എന്ന് പറയുന്നത് എത്ര വരെ എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര ശതമാനമാണ് ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ അവർ എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് അടക്കേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എത്ര വരെയുള്ള ഇൻഷുറൻസ് ആണ് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് പൊതുവെ ചോദിച്ച് കാണാറ്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നെറ്റ് എക്സാമിനകത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏരിയാസ്. ദെൻ സോ കൊമേഴ്സ് ലൈവ് വീണ്ടും നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് കൊമേഴ്സ് ലൈവ്. താങ്ക്സ്.